അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നില്ലേ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ട് 2 ദിവസമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിന് തലേ ദിവസം ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ സംഭവമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല, നമുക്ക് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ കുറേ ക്ലീനിങ് അതേപോലെ പാക്കിങ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഏകദേശം ഒരു 8 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ. പിന്നെ പിറ്റേ ദിവസം പോകുന്ന അന്ന് രാവിലെ നമ്മൾ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തില്ലേ. അപ്പം നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത്. അപ്പം മോർണിംഗ് ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നും തീരെ മൂടിയില്ല. കാരണം എന്താ അറിയില്ല, 2 മാസം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോൾ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ റിലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ വിട്ട് പോകുമ്പോൾ നല്ലപോലെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബേബീസിനൊക്കെ നല്ലപോലെ ഫുഡൊക്കെ കൊടുത്തുട്ടോ. പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് ഫുഡ് കിട്ടുക എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ അവർക്ക് മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഒരു 3 o'clockനാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 1 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ വൊക്കേറ്റ് ചെയ്യണം എന്നായിരുന്നു നമ്മളെ പ്ലാന്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. ഇക്കാക്ക് ഇന്നും ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വന്ന് തീരെ റിലാക്സ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഫീലിംഗ് ആകും കേട്ടോ. ഇവിടെ ഈ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതുവരെ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, നാട്ടിലേക്ക് പോവുകയാണല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങുന്ന സമയമായപ്പോൾ ഭയങ്കര ഒരു എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ കൂടെ ഇവിടെ ഈ അടുത്തുള്ള വീട്ടിലത്തെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ആ സിമോള് കുറേ ഒന്ന് കളിച്ച് ഒന്ന് പരിചയമായി വന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൾ പോവാൻ നിന്നപ്പോൾ അവർക്കും നല്ല പോലെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതാ ഇക്കാൻ്റെ ഫ്രണ്ടാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി തരുന്നത് കേട്ടോ. അസിമോൾ പിന്നെ അവരെ പിടിച്ചിട്ട് തന്നെ നിൽക്കാൻ, ഞാൻ പോകുന്നില്ല അങ്കിള് വാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാതും സെറ്റാക്കി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവരോടൊന്നും നമ്മൾ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ നമ്മളെ കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചില സിറ്റുവേഷൻ മൂലം അവർക്ക് നമ്മളെ കൂടെ വരാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അവർ 2 ദിവസം കൊണ്ട് നമ്മൾ പോയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങോട്ട് എത്താന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവരാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നത്. നമ്മൾ പോകുമ്പം ബേബീസും ലഗേജും എല്ലാം പാടെ മാനേജ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തരുന്നുണ്ടായില്ല കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കുഞ്ഞുട്ടിയൊക്കെ പിന്നെ നാട്ടിലേക്ക് പോവാണ് എന്നുള്ള സന്തോഷമുണ്ട്. അപ്പം തന്നെ പറയണ്ട കേട്ടോ, ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഇവിടെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാന്ന് കേട്ടോ. ആ ഒരു 2 മാസം ഫുള്ള് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം തന്നെ സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തുമെന്ന് അറിയില്ല. ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 1 hourൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ എത്തുമോ അറിയില്ല എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് പുറത്തുനിന്ന് പോകുമ്പോൾ സ്റ്റേഷനിൽ എവിടെയെങ്കിലും വാങ്ങിക്കാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതും ബേബീസിനെ ട്രെയിനിൽ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നല്ലൊരു നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ടീമായിരുന്നു കേട്ടോ. ഇവർ ഭയങ്കര നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു ക്യാരക്ടറാണെന്ന് കേട്ടോ. അപ്പോൾ അവർക്കും മക്കൾക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നതിന്. എല്ലാവരും ഒന്ന് കമ്പനിയായി വന്നതല്ലേന്നോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ കുറേ നമ്മളോട് ഇവിടെ സെറ്റിലാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പോസിബിൾ ആയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയിട്ടോ. നമ്മളെത്തി ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ട്രെയിനൊക്കെ എത്തിയത്. ഏകദേശം നമ്മൾ അവിടെ എത്തി കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ AC റിസർവേഷനൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ബേബീസ് ഒരു നിലക്കും അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ അലമ്പാണിരുന്ന്. നമ്മളൊന്ന് ഉറങ്ങാനോ തലേ ദിവസമൊക്കെ നല്ല പോലെ നമ്മൾ ഉറക്കം ഒഴിച്ചിട്ടാണ് ഇരുന്നു. പക്ഷെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല
ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കിടക്കുന്ന മറ്റുള്ള പാസഞ്ചേഴ്സിനും കൂടെ അവർ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു വിധത്തിലാണ് അവരെ ഈ ട്രെയിനിലൊക്കെ വെച്ചിട്ട് മാനേജ് ആക്കി എടുത്തതുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് നൈറ്റായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം അന്ന് നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് അവർ ഉറക്കത്തിൻ്റെ സീന് നല്ല പോലെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ഉറങ്ങുന്ന ടൈമാണിത്, പക്ഷെ അത് തീരെ ഉറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ പറയാനില്ലല്ലോ, നമ്മളെ ഇക്കാക്ക ട്രെയിനിൽ കയറി ഒരു മണിക്കൂറൊക്കെ അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് ആള് കിടന്നുറങ്ങിട്ടോ. പിന്നെ ഞാനും അസിമോളും ബേബീസിനെയും കൊണ്ടിട്ട് ഒരു വിധത്തിലാണ് കേട്ടോ ഒപ്പിച്ച് പോയത്. അസിമോളുണ്ടായതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ അവരെ കളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഇവരിങ്ങനെ കുറേ ഇതൊക്കെ ആക്കിയിട്ട് നിന്നിട്ടോ. പിന്നെ ട്രെയിനിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞുകുട്ടികൾക്ക് ഈ ട്രെയിനിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതിനോടൊന്നും വല്ലാണ്ട് യോജിക്കാറില്ല. പിന്നെ നമ്മൾ കുറേ സമയം അങ്ങനെ ഇരുന്നു. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ വിട്ട് പോകുന്നതിനുള്ള ആ ഒരു ഫീലിംഗ് നല്ല പോലെ ഉണ്ടായിരുന്നു. ഞാനും അസിമോളും ഒരു വകക്ക് നോക്കിയിട്ടും രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടാളും കുറേ സമയം ശ്രമിച്ചു. പിന്നെ അവസാനം ഞാൻ കുഞ്ഞിട്ടാക്കാനെ വിളിച്ചുണർത്തി കേട്ടോ. പിന്നെ ഞാനും കുഞ്ഞിട്ടാക്കി ഒരാളെ എടുത്തിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ നൈറ്റ് ടൈമൊക്കെ ആയപ്പോൾ പിന്നെ അവർ ഉറങ്ങുന്ന സമയമല്ല, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ പിടിച്ചുറക്കിട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ ഉറങ്ങി. പിന്നെ ഒരു ഏകദേശം 2:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ നാട്ടിൽ പരപ്പനങ്ങാടി ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. ബാക്കി വിശേഷങ്ങളൊന്നും നമ്മൾ ഷൂട്ടാക്കിയിട്ടില്ല. ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് വിടാനുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.